മറിഞ്ഞ ഒരു മൂന്നാല് കാരണം മറിഞ്ഞ ഒരു മരത്തെ ചെന്ന് തട്ടി നിൽക്കുക. അതുകൊണ്ടായിരിക്കും ഇത്രയും പേരെങ്കിലും വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടത്. തൊട്ട് പുറയില് കുറച്ച് തീർത്ഥാടകർ, എനിക്ക് തോന്നുന്നു അയ്യപ്പന്മാരായിരുന്നു തോന്നുന്നു, അവരും കുറച്ച് ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. ആ വന്നവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. നമസ്കാരം. ദാരുണമായ സംഭവമാണ് കുട്ടിക്കാനം പുല്ലുപാറയിൽ നടന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് KSRTC താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. 2 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് മരിച്ചത്. മാവേലിക്കരയിൽ നിന്നും തമിഴ്നാട്, തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിലേക്ക് തീർത്ഥാടനത്തിനായി പോയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന KSRTC ബസ്സാണ് ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൽ മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി, സംഗീത് എന്ന 2 പുരുഷന്മാരും രമ മോഹൻ, ബിന്ദു നാരായണ എന്ന 2 സ്ത്രീകളുമാണ് മരണപ്പെട്ടത്. ഇവരുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ദാരുണമായ ഒരു സംഭവമാണ്. 34 തീർത്ഥാടക സംഘവുമായി പോയ വാഹനം കുട്ടിക്കാനത്തിന് താഴെ പുല്ലുപാറയിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ഒരു വളവ്, അവിടെ നിന്നും വലതുവശത്തേക്കുള്ള കുഴിയിലേക്ക്, താഴ്ചയിലേക്ക് ക്രാഷ് ബാരിയർ തകർത്തുകൊണ്ടാണ് അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാർ, ഈ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി ഇവിടെ എത്തുകയായിരുന്നു. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഇതുവഴി ശബരിമലയിലേക്ക് പോകുകയായിരുന്ന ഏതാനും തീർത്ഥാടകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇവരുടെ വാഹനത്തിലും സമീപവാസിയായ ഒരാളുടെ വാഹനത്തിലുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ അവിടെ നിന്നും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഏതായാലും ഈ പരിക്കേറ്റവരുടെ മൃതദേഹം ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഈ മേഖല വലിയ ഒരു അപകട മേഖല കൂടിയാണ്. മുണ്ടക്കയത്തിൽ നിന്നും 6 കിലോമീറ്റർ ആണ് കുട്ടിക്കാനത്ത് നിന്നും മുണ്ടക്കയത്തേക്കുള്ള പാത 6 കിലോമീറ്റർ ദൂരം അപകട പാതയാണ്. കുത്തിറക്കമാണ്, അപകടകരമായ വളവുകളുണ്ട്, റോഡിന്റെ വീതി കുറവ്, വാഹനങ്ങളുടെ അമിത വേഗത, പരിചയമില്ലാത്ത സ്ഥലം എന്നിവയാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 6 മണിയോടെ കുട്ടിക്കാനം പുല്ലുപാറ വാസികൾ അവർ ഞെട്ടിയുണർന്നത് ഈ ഒരു അപകടത്തിന്റെ ശബ്ദം കേട്ടാണ്. കുറച്ച് ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പലരുടെയും പരിക്ക് ഗുരുതരമായിരുന്നു. ചിലർ നിസ്സാര പരിക്കുകളേറ്റ് ആശുപത്രിയിൽ കഴിയുകയാണ്. രക്തത്തിൽ കുളിച്ച് കിടന്ന ആളുകളെയാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീടാണ് അഗ്നിശമന സേനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും KSCB അടക്കമുള്ള എത്തുകയായിരുന്നു. ഇവിടെ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്താണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഒരു ക്രാഷ് ബാരിയറിലും തങ്ങി നിന്നാൽ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൽ തട്ടിയതിനു ശേഷം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപ്പോൾ ഈ വൈദ്യുതി ലൈനുകൾ ഈ ബസ്സിൽ കുരുങ്ങിക്കിടന്നു. മാത്രമല്ല റബ്ബർ തോട്ടത്തിലെ മരങ്ങളും വാഹനം തടഞ്ഞു നിർത്തി. കൂടുതൽ താഴ്ചയിലേക്ക് പോകാതെ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് നിസ്സാര പരിക്കാണ് ഏറ്റിരിക്കുന്നത്. 3 ജീവനക്കാരും 34 തീർത്ഥാടക സംഘവുമായിരുന്നു ഈ വാഹനത്തിൽ യാത്ര ചെയ്തത്. ഞങ്ങള് 34 അല്ല 37 പേരുണ്ടായിരുന്നു. ഡ്രൈവറും കണ്ടക്ടർ എന്ന് വെച്ചാൽ ഒരു ലേഡിയാണ്, രമ്യ എന്ന് പറയുന്നത്. ഞങ്ങള് പാസഞ്ചറും അവരുൾപ്പെടെ 37 പേരായിരുന്നു. അതൊരു 5:45 കഴിഞ്ഞ് കാണും. അന്നേരം ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ആ ടേൺ ചെയ്ത് വരികയും അങ്ങ് മറിയുമായിരുന്നു. മറിഞ്ഞ ഒരു 4 കാരണം മറിഞ്ഞ ഒരു മരത്തെ ചെന്ന് തട്ടി നിൽക്കുക. അതുകൊണ്ടായിരിക്കും ഇത്രയും പേരെങ്കിലും വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടത്. പരിക്കുകളുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണോന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അല്ല, അന്നേരം എടുത്തു, അന്നേരം ഇല്ല. പിന്നെ അന്നേരം അതിനകത്തുള്ളവരൊക്കെ ഒത്തിരി പേടിച്ചു പോയി, എന്തോ ചെയ്യണോന്നറിയാതെ. അപ്പം പിന്നെ ഓരോരുത്തരെ പയ്യെ ഇറക്കി. കാരണം അല്ലെങ്കിൽ പിന്നെ ബസ് മറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭീകരാവസ്ഥയായിരിക്കും. ഗ്ലാസ് പൊട്ടിച്ച് അങ്ങനെയായിരുന്നു ഞങ്ങളെ പുറത്തോട്ട് ഇറക്കുന്നത്. തൊട്ട് പുറയില് കുറച്ച് തീർത്ഥാടകർ, എനിക്ക് തോന്നുന്നു അയ്യപ്പന്മാരായിരുന്നു തോന്നുന്നു, അവരും കുറച്ച് ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു. ആ വന്നവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. ഈ കേബിള് താഴോട്ട് ഇട്ടെന്ന് അങ്ങനെ പതുക്കെ കയറി വരുമായിരുന്നു ഞങ്ങളെല്ലാവരും. അന്നേരം തന്നെ ആംബുലൻസ് എല്ലാം വന്ന് ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ചെയ്ത് ഏറ്റവും ലാസ്റ്റാണ് ഞാനും ഹസ്ബൻഡും വേറൊരു പയ്യനുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ വന്നത്. ഈ മാവേലിക്കര ഭാഗത്തു നിന്നും ഒരു സംഘമാണോ അതോ പല പല സ്ഥലങ്ങളിൽ? മാവേലിക്കര ആ ലൊക്കാലിറ്റി തന്നെ ഉള്ള ആ ഏരിയയിൽ തന്നെ ഉള്ളവരാണെന്ന് തോന്നുന്നു. ഏകദേശം ഇത്ര ഞങ്ങൾ ഇന്നലെ രാവിലെ കയറിയപ്പോ ഒന്ന് കണ്ടതേ ഉള്ളൂ എല്ലാവരും. എല്ലാരെയും ഒന്നും പരിചയം പോലും ഇല്ല സത്യം പറഞ്ഞാൽ.
മരിച്ച ആളുകളെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇല്ല, അറിയത്തില്ല. കണ്ടാൽ അറിയാവുന്നല്ലാതെ അറിയത്തില്ലല്ലോ. ഈ യാത്രക്കാരിൽ നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒരു പരിചയമൊക്കെ വന്നതേ ഉള്ളൂ? പരിചയമായി വരുന്നതേ ഉള്ളായിരുന്നു. ഇന്നലെ രാവിലെ 3:15 ഞങ്ങൾ പോയി ഇന്നലെ തന്നെ രാത്രി തന്നെ തിരിക്കുകയും ചെയ്തില്ലേ. 10:30 ഒക്കെ ആയപ്പോഴും ചൗരി ഞങ്ങൾ തിരിച്ചായിരുന്നു. മാവേലിക്കര KSRTC ഡിപ്പോയിൽ നിന്നും വാടകയ്ക്ക് എടുത്ത KSRTC ബസ്സുമായി അവർ തീർത്ഥാടനത്തിനായി തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു. ബസ് 2017 മോഡലുള്ള ഒരു KSRTC ബസ്സാണ്. ബസ്സിന്റെ രേഖകൾ, പേപ്പർ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഫിറ്റ്നസ് ഉള്ള ഒരു ബസ്സാണ്. ഒരു ചെല്ലാൻ രസീത്, അതായത് പിഴ പോലും ഈടാക്കേണ്ടി വന്നല്ല. അത്തരത്തിൽ KSRTCയുടെ ഒരു സൂപ്പർ ഡീലക്സ് ബസ്സാണ് ഉണ്ടായിരുന്നത്. ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ പലരും ഈ വാഹനത്തിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഉറക്കമുണർന്നപ്പോഴാണ് പെട്ടെന്ന് വാഹനം അപകടത്തിൽപ്പെടുന്നു. ക്രാഷ് ബാരിയർ തകർത്തുകൊണ്ട് താഴ്ചയിലേക്ക് മറിയുന്ന രീതിയിലാണ് ആളുകൾ കാണുന്നത്. എല്ലാവരും വലിയ ഭയത്തോടെ അലറി വിളിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഓടി എത്തിയതിനാൽ അവരെ ആശ്വസിപ്പിക്കുന്നു. അവർ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പലരെയും അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസത്തിലുമാണ് നാട്ടുകാർ ഇപ്പോഴും ഉള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.